മലക്കുകളുടെ വിശ്വാസം. എങ്ങനെ ഈമാൻ ആവും? മലക്കുകളുടെ പേര് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നന്മ തിന്മ രേഖപ്പെടുന്ന 2 മലക്കുകൾ എന്റെ കൂടെയുണ്ട് എന്ന അറിവ് എന്നെ നന്മ ചെയ്യിപ്പിക്കണം, തിന്മയെന്ന് തടുക്കുന്നുണ്ടോ ആ അറിവ് ഈമാനായി. അങ്ങനെ ഈമാനാക്കുക എന്ന് പറഞ്ഞാൽ അതാ പ്രവർത്തനത്തിൽ കൊണ്ടുവരിക. വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസം, ഖുർആന്, ദബൂർ, ഇഞ്ചീൽ, ഇങ്ങനെ 3-4 പേരെഴുതി ഇബ്രാഹിം നബിക്ക് ചേട് കൊടുത്തു, മൂസാ നബി കേട് കൊടുത്തു, ഒരു കാര്യമില്ല. പിന്നെ വേദഗ്രന്ഥത്തിലുള്ള ഈമാൻ അറിവ് ഈമാൻ ആവലപ്പെടാം. ആ വേദഗ്രന്ഥം പറഞ്ഞ രൂപത്തിൽ ജീവിക്കണം, അപ്പൊ ഈമാൻ. ഇങ്ങനെ ഓരോ ഈമാൻ കാര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. അതാണ് ഈ ദുനിയാവിൽ നമ്മൾക്ക് ചെയ്യാനുള്ള ബാധ്യത ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ 5, 6, 5, 11 കാര്യം അതിനെ മൊത്തത്തിൽ പണ്ഡിതന്മാർ 3 സംഗതിയായി നമ്മളെ പഠിപ്പിച്ചു. ഒന്ന്, അള്ളാനോട് ചെയ്യേണ്ട ബാധ്യത വളരെ കൃത്യമായി, വളരെ ഭംഗിയായി, സംതൃപ്തിയോടുകൂടി ചെയ്യണം. ഒന്നാമത്തെ സംഗതി അതാണ്. ഇത് 3 ഞാൻ എന്റെ പ്രസംഗത്തിന് ഭംഗി ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ച ഇബാദത്ത് വളരെ കൃത്യമായിരിക്കും. അത് സമയമായ പിന്നെ ദുനിയാവിൽ ഒന്നും നമുക്കതിന് തടസ്സമാവാൻ പാടില്ല. ബാങ്ക് കൊടുത്തു, അടുത്ത പണി നമസ്കാരം, വേറൊരു ചുറ്റുപാടുമില്ല. അങ്ങനെ കൃത്യമായിരിക്കണം, ഭംഗിയാക്കണം. ഇതായിരിക്കും കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മളെ വീട്ടിൽ വിരുന്നാരം വരികയാണെങ്കിൽ എല്ലാ ഭക്ഷണവും നമ്മൾ നാമലിച്ചു നോക്കണ്, പുയാപ്പണ്ണോട് നാമലിച്ചു നോക്കാൻ പറഞ്ഞു, ഇപ്പുണ്ടോ, മുളുണ്ടോ, കൂടിനോ, കുറഞ്ഞിനോ ഒക്കെ ശ്രദ്ധിക്കൂലേ. കാരണം എന്താ, അത് വീട്ടിൽ വരുന്ന മനുഷ്യന്മാർക്ക് കൊടുക്കാനുള്ളതാ. നിസ്കാരം ആർക്ക് കൊടുക്കാനുള്ളതാ? അള്ളാഹ് കൊടുക്കാനുള്ളതാ. അത് അതിന്റെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ വളരെ കൃത്യമായി ഓരോ അവസ്ഥയും പരിശോധിച്ചും ശ്രദ്ധിച്ചുമാണെന്ന് നിസ്കരിക്കാനാണ് കയ്യട്ടു. എന്നിട്ടോ നിസ്കരിക്കുകയാണെന്ന് മാത്രം ഓർമ്മ ഉണ്ടാവില്ല. എനിക്ക് ഓർമ്മ എന്താ അറിയോ? നാളെപ്പോ ഇടവണ്ണ പോണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറ്റന്നാൾ കണ്ടു പോറാം, അൽഹംദുലില്ലാഹി റബ്ബിൽ. ഞാൻ കേരളത്തിൽ ഇങ്ങനെ പോയി നിസ്കരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കച്ചവടക്കാരൻ ഓരോ കാര്യം ആലോചിക്കും. നിങ്ങളെന്താ ആലോചിക്കുക? അള്ളാഹ് തിരുമ്പി എടുത്ത് വെച്ചില്ലല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കത്തിയടെ വെച്ച് കിടക്കും. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ 3 പെണ്ണുങ്ങൾ നിസ്കരിച്ച കഥ അറിയാം. ഒരാൾ ഇമാം വെക്കണ്, മറ്റൊരാൾ വേക്കിലേക്ക്. കൈയെത്തിയപ്പോഴാണ് പൂച്ച വാതിലെന്തി. അപ്പൊ മറ്റോള് ഈ ബേക്കിൽ നിൽക്കണോരോട് ആട്ടിക്ക് വാതിൽ അടച്ചില്ലേ ചോദിച്ചു. മറ്റോള് മുണ്ടാക്ക്, നിസ്കാരം കത്തിലാണ്. അപ്പൊ ഇമാമൻ അതാ ഞാവും ഉണ്ടാത്തത്. 3ാമത് കഴിഞ്ഞല്ലോ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ നിസ്കാരം, എന്തിനാ നോമ്പ്? നമ്മളൊക്കെ നിസ്കാരത്തിന്റെ കഥ എന്താ? നിസ്കാരം മുറക്ക് നടക്കും, ജീവിത നിസ്കാരമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഞാൻ ഒറ്റ ഹദീസ് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ മരിച്ചു. വഇൻ കാന മുഅ്മിന, അയാൾ മുഅ്മിനാണെങ്കിൽ, കാനത്തി സ്വലാത്തു ഇൻദ റഅസിഹി, ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അയാളുടെ തലഭാഗത്ത് നമസ്കാരം വന്നു നിൽക്കും, നമ്മൾ കാണൂല. അങ്ങനെ പിന്നെ വലത് ഭാഗത്ത് സക്കാത്ത് വന്നു നിൽക്കും, ഇടത് ഭാഗത്ത് നോമ്പ് വന്നു നിൽക്കും. വസാഇറുൽ അഅമാൽ, മറ്റെല്ലാ അമലുകളും കാലിന്റെ ഭാഗത്ത് വന്നു നിൽക്കും. ഏതാ മറ്റെല്ലാ അമലുകളും? സുന്നത്ത് നിസ്കാരം, ഹജ്ജ്, ഉംറ, ഖുർആനോത്ത്, സദഖ, ദീനി പ്രവർത്തനം എല്ലാം കാലിന്റെ ഭാഗത്ത്. ഇതിന് തലഭാഗത്തൂടെ ഖബർ ശിക്ഷ വരുമ്പോ നമസ്കാരം തടുക്കും. തടുക്കാനുള്ള പവർ അതിനുണ്ടെങ്കിൽ, ഇല്ലെങ്കിലോ തടുക്കൂല. ആ ഭാഗത്തൂടെ ഖബർ ശിക്ഷ വരും. അപ്പൊ കൈയ്യെട്ടുമ്പോ എന്താ ചിന്തിക്കേണ്ടത്? എന്നെ 3 കെട്ടും കെട്ടി ഖബറിലേക്ക് വെക്കുമ്പോ റബ്ബേ, എന്റെ തലഭാഗത്ത് വന്നു നിന്ന് ഖബർ ശിക്ഷ തടുക്കാൻ പവറുള്ള രീതിയിൽ ഈ നമസ്കാരം ആദ്യാവസാനം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ എന്ന ഭയവും പ്രാർത്ഥനയും തേട്ടും കൈകെട്ടുമ്പോ വേണ്ടേ? അതിന്റെ ഓരോ ഘട്ടത്തിലും ഞാനിപ്പോ ഫാത്തിഹ ഓതുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഞാൻ പറയുമ്പോ അല്ലാഹ് മറുപടി പറയുന്നുണ്ട്, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഇതിന്റെ മനസ്സിൽ വരണം. ഇദാ ഖാലൽ അബ്ദു അർറഹ്മാനുർ റഹീം, അർറഹ്മാനുർ റഹീം എന്നൊരു അടിമ ഓതുമ്പോൾ അല്ലാഹു പറയും, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. അത് നമ്മളെ മനസ്സിൽ വരണം. പിന്നെ എവിടെ ചിന്ത പോകാൻ സമയം? സൂറത്ത് ഓതാൻ എന്താ? അല്ലാഹു നമ്മളോട് സംസാരിക്കുകയാണ്. കുത്തി പറയണ്ടോ, കളിയാക്കി പറയണ്ട, അല്ലാഹു സംസാരിക്കുകയാണ്. അത് കേട്ട് നിൽക്കണം.
റുക്കൂഇൽ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. സഹോദരന്മാരെ, ആ പ്രാർത്ഥനയുടെ ചരിത്രം എന്താ? എങ്ങനെ ആ പ്രാർത്ഥന ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൻ നസ്ർ ഇറങ്ങി. ഖുർആനിൽ ഒരു സൂറത്ത് ഒന്നായിട്ട് ഇറങ്ങിയത്, അവസാനം ഇറങ്ങിയത് സൂറത്തുൻ നസ്റാണ്. ആ സൂറത്തുൻ നസ്ർ ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് നുഈതു ഇലയ്യ, എന്റെ മരണം ഇതാ എനിക്ക് എന്റെ റബ്ബ് മുൻകൂട്ടി പറഞ്ഞു തന്നിരിക്കുന്നു. അതുകൊണ്ട് ആ സൂറത്തിന്റെ പേര് സൂറത്തു തൗദീഅ്, യാത്രയപ്പിന്റെ അധ്യായം എന്നാണ്. ദുനിയാവിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പരലോകത്തേക്ക് യാത്രയാക്കിയ സൂറത്ത് ആ സൂറത്തുൻ നസ്ർ. ആ സൂറത്ത് നസ്റിൽ അല്ലാഹ് പറഞ്ഞു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. പ്രവാചകന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ അത് അർത്ഥം വിശദീകരിക്കില്ല, കാരണം അവിടെ മുമ്പിൽ ഇരിക്കുന്ന ആള് ഖുർആൻ പഠിച്ച ആളുകളാണ്. പ്രവാചകനെ ഏൽപ്പിച്ച ഡ്യൂട്ടി അവസാനിച്ചു. എന്താ കാരണം? തീർന്നില്ലേ? ഇനി നിങ്ങൾ അവിടെ നിൽക്കേണ്ട, അങ്ങോട്ട് പോയി അടുത്തേക്ക്, അള്ളാന്റെ അടുത്തേക്ക് പോയി. എന്താ വരുമ്പം കൊണ്ടായിരുന്നത്? ഈ മൂന്ന് സാധന. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം, ബിഹംദി റബ്ബിക അവനെ സ്തുതിക്കണം, വസ്തഗ്ഫിറുഹു അല്ലാഹുവോട് പാപമോചനം തേടണം. ഇത് മൂന്നുമായിട്ട് ഇങ്ങോട്ട് പോരീന്നവർ. ആ മൂന്നും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. അപ്പൊ ഈ സൂറത്തുൻ നസ്റും പ്രവാചകന്റെ ഈ വചനവും അതിന്റെ അർത്ഥവും അതിന്റെ ഗൗരവം എന്താ? ഗൗരവം ആരോടാണ്? അള്ളാഹു ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് പറഞ്ഞത്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും പൊറുക്കപ്പെട്ട മനുഷ്യനോട് പോലും അല്ലാഹു ആവശ്യപ്പെട്ടു, വസ്തഗ്ഫിറുഹു. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമാ. സൂര്യപ്രകാശം ഏൽക്കുന്ന ലോകത്തെ ഏതൊക്കെ വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞ സൂറത്തുൽ ഫത്ഹ്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. ആ സൂറത്തിൽ അല്ലാഹു പറയാ, ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും താങ്കൾക്ക് പൊറുക്കപ്പെടാൻ വേണ്ടി പൊറുത്തു. എന്നിട്ടും ആ പ്രവാചകൻ പറയാ, വസ്തഗ്ഫിറുഹു. ഇത് മൂന്നും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. സുജൂദ് അല്ലാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും അടുക്കുന്ന സമയമാണ്. നിങ്ങൾ അതിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സഹോദരങ്ങളെ, മുൻഗാമികൾ മുഴുവൻ കാര്യം ചോദിച്ചു വാങ്ങിയത് ഈ സുജൂദ് കിടന്നിട്ട്. അറിയോ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് പടപ്പുറപ്പെടുന്നതിന് മുമ്പ്, ബദറിന്റെ ആരംഭത്തിന്റെ മുമ്പ്, ബദറിന്റെ തലേ രാത്രി നമ്മുടെ നേതാവ് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എല്ലാവരും കാണുന്ന രൂപത്തിൽ ഒരു ടെന്റ് കെട്ടി ആ ടെന്റിൽ കയറി നിന്ന് രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തി ഈ കക്ഷം പുറത്ത് കാണുന്ന രൂപത്തിൽ തോളിട്ട തുണി ബേക്കോട്ട് വീഴുന്ന രൂപത്തിൽ പ്രാർത്ഥിച്ച നേതാവിന്റെ പേരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചോദിച്ചു വാങ്ങിയതാ, സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചതാ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഈമാനികമായ ശക്തി ചോദിച്ചു വാങ്ങിയതാ. എവിടെ? സുജൂദിൽ കിടന്നിട്ട്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി ളഈഫുൻ ഫഖവ്വിനി, അല്ലാഹുമ്മ ഇന്നി ഫഖീറുൻ ഫഅഗ്നിനി, അല്ലാഹുമ്മ ഇന്നി ദലീലുൻ ഫഇസ്നി. അല്ലാഹുവേ, ഇന്നി ഫഖീറുൻ, ഇന്നി ളഈഫുൻ, ഞാൻ ബലഹീനനാണ് പടച്ചവനെ, ഫഖവ്വിനി, നീ എനിക്ക് ശക്തി നൽകണം. ഏത് ശക്തി? ശാരീരിക ശക്തി. ഉമർ അല്ലാഹുവിന്റെ അടുത്തുള്ള വറാക്ക. ഉമർ അല്ലാഹുവിന് പരസ്യമായി ഹിജ്റ പോയ ആളാണ്. എല്ലാ സഹാബികളും രഹസ്യമായി ഹിജ്റ പോയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പരസ്യമായി ഹിജ്റ പോയി. കഅബന്റെ പരിസരത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നി മുഹാജിറുൻ, ഞാനിതാ ഹിജ്റ പോവുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഭാര്യയെ വിധവയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, മക്കളെ യതീമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ കാണുന്ന മലയോര പ്രദേശത്ത് വെച്ച് ഞാനുമായി കണ്ടുമുട്ടിക്കൊള്ളട്ടെ എന്ന് ധൈര്യമായി പറഞ്ഞ മനുഷ്യൻ. ശാരീരിക ക്ഷമത എല്ലാ സ്വഹാബികളെക്കാൾ കൂടുതലാ. പിന്നെ ഈ ചോദിച്ച ശക്തി ഏതാ? ഈമാനികമായ ശക്തി. ചോദിച്ചു വാങ്ങിയതാ സുജൂദിൽ കിടന്നിട്ട്. മനസ്സിലായോ? അതുകൊണ്ട് എന്തുണ്ടായി? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉള്ള സ്ഥലത്ത് ഇബ്ലീസ് ആ ഭാഗത്തേക്ക് വരൂല. ഈമാനികമായ ശക്തി ചോദിച്ചു വാങ്ങിയതാ. പരിശോധിച്ചു.
അല്ലാഹുമ്മ ഇന്നി ഫഖീറുൻ ഫഅഗ്നിനി, ഞാൻ ഫഖീറാണ് പടച്ചോനെ, എനിക്ക് നീ ധന്യത നൽകണം. അല്ലാഹുമ്മ ഇന്നി ദലീലുൻ ഫഇസ്നി, ഞാൻ നിന്ദ്യനാണ്, നിസ്സാരനാണ് പടച്ചോനെ, എനിക്ക് നീ ഇസ്സത്ത് നൽകണം. എവിടെ എത്തി? ഉമർ റളിയല്ലാഹുവിന് അല്ലാഹു കൊടുത്ത ഉയർച്ച എത്രയാ? അത് മനസ്സിലാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഒരു വാക്ക് കേട്ടാൽ മതി. എന്താ അറിയോ? ഈ ഉമ്മത്തിൽ ഇനി ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ലകാന ഉമറു നബിയ്യ, ഉമർ റളിയല്ലാഹു അൻഹു ഒരു നബിയാകുമായിരുന്നു. ഇസ്സത്ത് എവിടെ എത്തിയത്? ഇതൊക്കെ സുജൂദ് ചോദിച്ചു വാങ്ങിയതാണ്. രക്തസാക്ഷിയാണ്. രക്തസാക്ഷിക്ക് 6 പ്രതിഫലമുണ്ട്. ആ കേട്ട അന്ന് മുതൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നതാണ്, അല്ലാഹുമ്മ അർസുഖ്നി അഷ്ഹദത ഫീ സബീലിക് വഫീ ബിലാദി റസൂലിക് വഫീ മസ്ജിദി റസൂലിക്. സുജൂദ് കടന്ന് പ്രാർത്ഥിച്ചതാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ അർസുഖ്നി, നീ എനിക്ക് നൽകണം അഷ്ഹദത ഫീ സബീലിക്, നിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം. എത്ര യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തു, എന്റെ എത്ര കൂട്ടുകാര് രക്തസാക്ഷിയായി സ്വർഗത്തിലേക്ക് പറന്നുപോയി. ഞാൻ ഉമർ ഇവിടെ അങ്ങനെ ജീവിച്ചിരിക്കുകയാണ്. അല്ലാഹുമ്മ അർസുഖ്നി അഷ്ഹദത ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം റബ്ബേ നീ എനിക്ക് നൽകണം. എവിടുന്നെങ്കിലും തന്നിട്ട് കാര്യമല്ല. വഫീ ബിലാദി റസൂലിക്, നിന്റെ പ്രവാചകന്റെ തൃപാദങ്ങളാൽ അനുഗ്രഹീതമായ യസ്രിബിനെ മദീനത്തു റസൂലാക്കി മാറ്റിയ പ്രവാചകന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മദീനയിൽ വെച്ച് എനിക്ക് രക്തസാക്ഷിത്വം വേണം. പോരാ, വഫീ മസ്ജിദി റസൂലിക്, 20,000-ൽ പരം പ്രവാചകൻ ജമാഅത്ത് നമസ്കരിച്ചിട്ടുള്ള, 100 കണക്കിന് ഖുത്ബ നിർവഹിച്ചിട്ടുള്ള, 1000 പ്രഭാഷണം നടത്തിയിട്ടുള്ള മദീന പള്ളിയിൽ പോരാ, മാ ബൈന ബൈതി വ മിൻബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തോപ്പാണെന്ന് റസൂൽ പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്ത് വെച്ച് റബ്ബേ നീ എനിക്ക് രക്തസാക്ഷിത്വം നൽകണം. കൊടുത്തില്ലേ പഠിച്ചോനെ? അപ്പൊ നിസ്കാരത്തിന് എന്താ? വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. ചോദിക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു പ്രശ്നം, നമ്മളൊരു പ്രയാസം നമസ്കാരം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? ഈ കോലത്തിലാണ് നിസ്കാരം. അപ്പൊ അല്ലാഹ്ക്ക് ചെയ്യുന്ന നമസ്കാരം തലഭാഗത്ത് എന്റെ കബസിട്ട് തടുക്കാൻ പവറുള്ളതാവണം. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം വെക്കുമ്പോ പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞൊരു കൈയ്യട്ടിനു മുമ്പ് തന്നെ തുടർന്ന് നിസ്കരിക്കാൻ വന്ന ആളുകളോട് 3 കാര്യം പറയും. ഒന്ന്, ഇസ്തവൂ സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വഫ് ശരിയാക്കണം. നമ്മളെ കണക്കിന് സ്വഫൊക്കെ വേണം. അതുള്ളവണൊക്കെ ECG എടുത്ത മാതിരി ചില പള്ളി ചെന്നാൽ ECG എടുത്താൽ 1 വലുത് 4 ചെറുത്, ഇടക്കൊരു ഒഴിവ്. നമ്മളെന്താ ചെയ്യാ? ഫാൻ എവിടെയുള്ളത് നോക്കൂ, പിന്നെ അവിടെ കണ്ട് ഇടക്ക് കൂട്ടലാ. ഒന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടമ്പിന്റെ ഭാഗം വടി വെച്ച് ശരിയാക്കുക. രണ്ടാമത് എന്താ പറയാ? സഫ് ശരിയാക്കുക എന്നത് നമസ്കാരത്തിൽ പെട്ടതാ, അത് പുറമുള്ള സംഗതി അല്ല. 3ാമത്തെ സംഗതിയാണ് പറഞ്ഞോടുകൂടി മദീനത്തെ പള്ളി മരിച്ച വീട് പോലെയാവും. എന്താ അറിയോ? നിങ്ങൾ നിസ്കരിക്കാൻ പോണ നിസ്കാരം ഏതാവട്ടെ, അത് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടെ നമസ്കരിക്കുക. അടുത്ത വക്തിന് എന്റെ മയ്യത്തേക്കുമ്പോഴേ എന്തേക്കും ഒരു ആത്മാർത്ഥത നിങ്ങൾ ആലോചിച്ചു. നമ്മളെ വിചാരം എന്താ? ഇപ്പൊ നാളെ നോമ്പ് കൊടുക്കുകയാണെങ്കിലേ ഇന്ന് തറാവി ഉണ്ടാവും, നാളെ നോമ്പ് തുടങ്ങണേ ഉള്ളൂ, ഇന്ന് തന്നെ തറാവി തുടങ്ങി അല്ലേ? നമ്മളെ പള്ളി നിസ്കാരം ഉണ്ടാവും. ചില മനുഷ്യന്മാർ ആ നിസ്കാരത്തിന് വരുന്ന കോലം കണ്ടിട്ട് അല്ലാ ഇനിയിപ്പോ 1 മാസം ഉണ്ടാവില്ല. അപ്പൊ അത് നോക്കിങ്ങൾ ഓനെ കാറിട്ട് വെച്ച മൈര വരിക. ഈ ചങ്ങായി ഈ നാളെ 1 മാസം ഉണ്ടാവും, ഞാൻ ഉണ്ടാവോ? ഖുർആൻ എടുക്കുമ്പോഴത്തേന് ഉറങ്ങി, അനസ്തേഷ്യ കൊടുത്ത മൈര. ബോധം കെടുത്താൻ വേറെ സാധനം വേണ്ട. മൊബൈൽ എടുത്ത് കൊടുത്താലോ ഉറക്കം പോയി. മക്കളൊക്കെ എത്ര. ഞാനൊക്കെ എന്റെ വീട്ടിൽ ചില സമയത്തുണ്ട് വെണ്ടക്ക മുറിച്ചാണ്. വെണ്ടക്ക മുറിച്ചപ്പോ എന്നിട്ടാ എന്നിട്ടോ പിന്നെ അങ്ങാടി പോയി സാധനമൊക്കെ അപ്പൊ പിന്നെ ഇങ്ങട്ടെ ഇങ്ങോട്ട് ഞാൻ നിന്നോട് പറയാം എന്താന്ന് അറിയില്ല, അതിലങ്ങനെ ഒരു വേദന. ഞാൻ വിചാരിച്ചാ പൊറാടെ ബാക്കിയുണ്ടല്ലോ. ഞാൻ ചോദിച്ചു 1/2 മണിക്കൂർ അള്ളാനോട് ദ്വാരക്കലുണ്ടോ? 1/2 മണിക്കൂറാ എത്താപ്പത്ര പറയാൻ എത്തപ്പോ ഇവിടോട് പറഞ്ഞു. ആലോചിച്ച് നോക്കി, നമ്മള് പടച്ചോനായിട്ട് എന്താ കണക്ഷനുള്ള സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ക് വിളിക്കാൻ പറഞ്ഞ എങ്ങനാ? ബിലാലെ വാങ്ക് കൊടുത്താ ഇതേ നിസ്കരിച്ചായിട്ട് കൃത്യത്തിന് എത്താൻ ഞാൻ ഉള്ള ആയിട്ട് തിന്നു അങ്ങനെ പറയുന്നത്. 8-9 എണ്ണുള്ളതാണ്, വളർത്തി വെച്ചാൽ തയ്യൂല, അതുകൊണ്ട് വാങ്ക് കൊടുക്കുക അല്ല.
നമ്മളെന്താ പറയുക, അതാണ് കഴിഞ്ഞല്ലോ, എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ അള്ളാഹുവിനോട് പറഞ്ഞ വാക്കെന്താ? അരിഹനായ ബിലാൽ, അരിഹനായ ബിലാൽ, ബിലാലെ ഞങ്ങളെ മനസ്സിന് കുളിർമ കൊണ്ടാണ്. നമസ്കാരം ആസ്വദിക്കാം, നമ്മൾ നമസ്കാരം നിർവഹിക്കുക, രണ്ടും വ്യത്യാസമുണ്ട് സഹോദരന്മാരെ. നോമ്പ് നിർവഹിക്കല്ല, ആസ്വദിക്കുക. ഞാൻ ഖുർആൻ വായിച്ചു നോക്കുമ്പോഴേ ഞാൻ അത്ഭുതപ്പെട്ടു പോയ സംഗതി, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, നോമ്പുകാരെ പറ്റിയ സൂറത്തു തൗബയിൽ 110, 111 ആയത്തൊന്ന് വീട്ടിൽ പോയി നോക്കട്ടെ. ഇന്ന് നേരല്ലേ നാളെ രാവിലെ നോക്കിയാൽ മതി. 110-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സത്യവിശ്വാസികൾ അല്ലാഹു ശരീരവും സമ്പത്തും ഇങ്ങോട്ട് വാങ്ങണ്, സ്വർഗ്ഗമായിട്ട് തിരിച്ചു കൊടുക്കണം. ഇതാണ്. അങ്ങനെ സമ്പത്തും ശരീരമായിട്ട് കൊടുത്ത് സ്വർഗ്ഗം ഇങ്ങോട്ട് വാങ്ങിയ മനുഷ്യന്മാരെ അടയാളം എന്തൊക്കെയാണ്? 111-ാമത്തെ ആയത്തിൽ അത്താഇബൂനൽ ആബിദൂനൽ ഹാമിദൂനൽ സാജിദൂനൽ, ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ട് അൽ അത്താഇബൂന പശ്ചാത്തപിക്കുന്നവർ, അൽ ആബിദൂന ഇബാദത്ത് ചെയ്യുന്നവർ. അതിലൊരു വാക്കുണ്ട് അസ്സായിഹൂൻ. എന്താ സായി എന്ന് പറഞ്ഞാല്? ടൂർ പോകുന്നവർ. നോമ്പുകാരെ പറ്റിയാ പറഞ്ഞത്. നോമ്പിന് അള്ളാഹ് പറഞ്ഞ ടൂറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയത് മുതൽ തിരിച്ചെത്തുന്ന വരെ ഓരോ നിമിഷവും ആസ്വദിക്കൂലേ? ഓരോ സ്ഥലത്തെത്തുമ്പോഴും സെൽഫി എടുക്കൂലേ? ഇവിടുത്തെ ഒരു കുറച്ച് ആളുകൾ ഒരു വിനോദയാത്ര പോയി നിൽക്കുക, നമ്മളെ മക്കൾ എക്സ്കർഷന് പോയി ടൂറ് പോണ്, തിരിച്ചുകൊണ്ട് വന്നാൽ മൊബൈലിൽ നിറയെ ഫോട്ടോ അല്ലേ? എന്താ കാര്യം? ആസ്വദിക്കുക. നോമ്പിന് നമ്മക്ക് ആർക്കെങ്കിലും നോമ്പ് ടൂറ് പോലെ ആയണോ ചങ്ങായിമാരെ? നിങ്ങൾ പറയും. നോമ്പ് നോറ്റാലും ഉണ്ടാതെ നോമ്പാലേ. ഇപ്പൊ അടുത്ത നോമ്പിന്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച മിക്കവാറും ഇക്കൊല്ലം ശനിയാഴ്ച നോമ്പ് തുടങ്ങാം. അപ്പൊ തലേന്നത്തെ വെള്ളിയാഴ്ച ഇമാം പറയും നമ്മളെ പള്ളിയിൽ നിന്ന്, അപ്പൊ സത്യവിശ്വാസികളെ നാളെ ഇൻഷാ അല്ലാഹ് റമളാൻ, പിന്നെ ഉണ്ടാട്ടല്ല, ഉറങ്ങണോലെ ഉറക്കമൊക്കെ പോയി. എന്തേ? ഒന്നുമില്ല, നോമ്പ് വന്ന് ഓന് പറ്റിയില്ല, ഓൻ പറയൂല. ഒരുത്താൻ കഴിഞ്ഞ എന്നോട് ചോദിച്ചു, ഭയങ്കര ചൂടായിക്കൂല മൗലവി. ഞാൻ പറഞ്ഞ് നോൽക്കണ്ട, ഓന്റെ നോമ്പ് കഴിഞ്ഞ്, ഓന്റെ നോമ്പ് അപ്പൊ തന്നെ കഴിഞ്ഞു. അപ്പൊ നോമ്പ് എന്താ ഒരു ബുദ്ധിമുട്ട്? എന്താട്ടോ എന്നിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ വൈദ്യരാക്ക. ചില മനുഷ്യന്മാര് പള്ളിയിൽ ചെന്നാലൊക്കെ അന്നവും അജാസു നഖ്ലിൻ ഖാവിയ, വീഴ്ത്തപ്പെട്ട ഈത്തപ്പനത്തടികളെ പോലെ കൂർക്കം വലിക്കുന്നത് ഇടവണ്ണക്ക് കേൾക്കാം. നോമ്പാണത്ര. സുബീസ് കേച്ചി പിന്നെ പെണ്ണുകഴിനെ പുതക്കണ്ടി ആവശ്യമില്ല, നിസ്കാരം കുപ്പാണ്ടാവുമല്ലോ, അപ്പുറത്തേക്ക് വീട് 10:30 മണിക്കാ പിന്നെ ഓണന്നെ ലൂഹ്റ് കേച്ചി ഇങ്ങോട്ട് വീട്. ലൂഹ്റ് കേച്ചി അസറ് ആകുമ്പോൾ അങ്ങ് പള്ളിയിൽ ചെന്നാൽ വേജാറ ഓരോരുത്തരെ കേലൊലിച്ച പോലെ പല്ലും തോലും. അസറ് കേച്ച് അങ്ങാടിക്ക് ഇറങ്ങി 2 വർത്താനം 5 ദിവസം ബത്തക്കും വാങ്ങി വെടിയും പൊട്ടി. എത്ര പെട്ടെന്നാ നോമ്പ് കഴിഞ്ഞു പോയതില്ലേ. ഞാൻ പറഞ്ഞ ജീവിച്ചിരിക്കണ്ടേ? നോൽക്കല്ല, നിർവഹിക്കല്ല, ആസ്വദിക്കണം. ഖുർആൻ ആസ്വദിക്കണം. എങ്ങനെ? അള്ളനോട് സംസാരിക്കണം. അള്ളനോട് സംസാരിക്കണം. എന്തായിട്ട് അർത്ഥങ്ങൾ ആലോചിച്ചു. അത് നമുക്ക് ഖുർആൻ ഓതുമുണ്ടോ? ഇല്ല. അപ്പൊ ആസ്വദിക്കണം. ഞാൻ പറഞ്ഞത് വലത് ഭാഗത്ത് സക്കാത്ത് വന്നു നിൽക്കും. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ സക്കാത്തിന്റെ കഥ ഒരാളോട് കൂടി ചോദിച്ചു നോക്കണ്ടി, ഈ കഴിഞ്ഞില്ലാത്ത സക്കാത്ത് കൊടുത്തോ? അല്ലെങ്കിൽ ഇല്ല. 2 മറുപടി ആണല്ലോ ഉണ്ടാവുക. ആന്ന് പറഞ്ഞവനോട് ചോദിക്ക്, ഈ എന്റെ സമ്പത്തിന്റെ എല്ലാ സമ്പത്തിന്റെയും നിസാബ് പരിശോധിച്ച് അതിന് അർഹതപ്പെട്ട സംഖ്യ കൊടുത്തിട്ടുണ്ടോ? അതൊന്നുമില്ല, ഞാനെന്തോന്നാണ് കൊടുത്തിട്ട് അങ്ങനെ സക്കാത്തുണ്ടോ? ഇപ്പൊ എന്നോട് കളി ചോദിക്കുക, നിങ്ങൾ ഈ മഗ്‌രിബ് നിസ്കരിച്ചോ? ഓ, എത്ര റക്അത്താ? അല്ല, ഞാൻ പണ്ടൊക്കെ 3 നിസ്കരിക്കാൻ, ഇപ്പൊ റക്അത്തൊന്നും നോക്കല്ല. ഇപ്പൊ ഇന്ന് 2 നിസ്കരിച്ചു, നാളെ ഒരു 4 5 നിസ്കരിക്കും. അങ്ങനെ നിസ്കാരമുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ സക്കാത്തുണ്ടാവോ? ഇല്ല. നോമ്പ് ഇടത് ഭാഗത്ത് വന്ന് നിൽക്കും. നോമ്പാണ്. നോമ്പിന്റെ കഥ എന്താ? നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പ് നോറ്റിട്ട് എന്ത് മാറ്റാ ചങ്ങായിമാരിക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ നോമ്പ് കഴിഞ്ഞ്, എന്റെ നാട്ടിൽ നോമ്പ് കഴിഞ്ഞ് എന്റെ മോന് പെരുന്നാൾ കഴിഞ്ഞ് അങ്ങാടി സാധനം വാങ്ങാൻ പോയപ്പോ ആ പീഡിയക്കാരൻ ചോദിക്കുകയാണ്, എന്റെ വാപ്പ നോമ്പ് വെക്കണോ? വാപ്പ മൗലവിയല്ലേ? ഞാൻ നോമ്പ് വെക്കാത്ത ഓനിച്ചല്ലോ. അപ്പൊ നോമ്പൊക്കെ നോൽക്കണ്ട്. അപ്പൊ പീഡിയക്കാരൻ മാറി പണ്ട് നോൽക്കല്ലേ ഓണ്ട് ചോദിച്ചതാണ്. അപ്പൊ പരീക്ഷല്ല പണ്ടാകെ മുമ്പുള്ള അവ ഇപ്പൊ നോൽക്കലൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നും പയതാ, 3 നേരം പയതാ. ശരി, നോമ്പ് നോച്ചിട്ട് വാപ്പക്കെന്ന് മാറ്റണ്ടായി? പീഡിയക്കാരന്റെ ചോദ്യം. അപ്പൊ മോൻ പറയും, കൊളസ്ട്രോൾ കുറഞ്ഞിനെ, ഷുഗർ ഇപ്പൊ നോർമൽ ആയിക്കണ്, പള്ളൊക്കെ ഒന്ന് കുറഞ്ഞിക്കണ്.
അതല്ല ബാപ്പന്റെ മനസ്സിന് മനസ്സിന് ആ കടിച്ചടച്ച സ്വഭാവം ഇപ്പോഴും ഉണ്ട് ബാപ്പ. നോമ്പിന് മുമ്പുള്ള എല്ലാ ദുസ്വഭാവം ഇപ്പോഴും ഉണ്ട്, ഒരു മാറ്റമില്ല. പിന്നെ മാറ്റണ്ട് ഒന്നും കണ്ടി മെലിഞ്ചീന് എന്ന് പറഞ്ഞാൽ തടി നോമ്പ് വെച്ചു, തടി എന്നായി. മനസ്സ് നോമ്പ് വെച്ചില്ല, മനസ്സെന്തായില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ 6 അവയവത്തിന് നോമ്പ് വേണം. കണ്ണ് നോമ്പ് വേണം, ചെവിക്ക് നോമ്പ് വേണം, നാവിന് നോമ്പ് വേണം, കൈകാലുകൾക്ക് നോമ്പ് വേണം, മനസ്സിന് നോമ്പ് വേണം. അതുപോലെ നോമ്പ് വേറെ വേണം. കൈക്ക് നോമ്പ് വേണം, ഹറാം പിടിക്കരുത്. കാല് നോമ്പ് വേണം, ഹറാമിലേക്ക് പോകരുത്. കണ്ണ് ഹറാം കാണരുത്, ചെവി ഹറാം കേൾക്കരുത്, നാവ് ഹറാം സംസാരിക്കരുത്. മനസ്സ് നോമ്പിന് ഇഷ്ടമല്ലാത്ത ചിന്ത വരരുത്. നോമ്പിന് ഇഷ്ടമല്ല, എന്തൊരു ക്ഷീണം മുണ്ടരുത്. നോമ്പിന് ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങളെ വീട്ടിൽ വന്നു, ഒരൊക്കെ നിങ്ങളെ വീട്ടിൽ ഞാൻ വന്നു. അപ്പൊ പണ്ട് പ്രസംഗിച്ച മൗലവല്ലേ, അപ്പൊ നിങ്ങളെ പെണ്ണുങ്ങൾ വണ്ടി പോയിട്ട് നല്ലൊരു മറ്റേ ഈ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുതരുമ്പോ നിങ്ങൾ ജ്യൂസ് എനിക്ക് തരുമ്പോ നിങ്ങൾ പറയാണ് പഞ്ചാര ഇപ്പൊ എന്താ വില എന്നറിയാം. കുടിച്ചോളി കുടിക്കാൻ കഴിയോ? നിങ്ങളുടെ എന്താ നീ എനിക്ക് കുടിക്കാൻ കഴിയൂല. ഞാൻ കാര്യം അതുപോലെ നോമ്പ് എന്തൊരു ക്ഷീണം മുണ്ടരുത്. അത് നാവിന്റെ നോമ്പല്ല, നോമ്പിന് ഇഷ്ടമല്ല പറഞ്ഞത്. നോമ്പ് ഇതൊക്കെ ഉണ്ട്. നോമ്പ് നോറ്റാ എന്താ കിട്ടുക കാര്യങ്ങള്? എന്താ കിട്ടുക? അള്ളാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചൊരുത്തം നോമ്പ് നോറ്റാൽ 70 കിലോമീറ്റർ നരകത്തിന് അവൻ അകറ്റപ്പെടും. അത്ര പവറുള്ള ഇബാദത്താ നോമ്പ്. അതിന് കുറച്ചൊരു ക്ഷീണം ബുദ്ധിമുട്ടുണ്ടാവൂലേ? അപ്പൊ അത് വലത്തെ ഭാഗത്ത് വന്ന് നിൽക്കണം, ഇടത്തെ ഭാഗത്ത് വന്ന് നിൽക്കണം. അപ്പൊ ഓരോ ഇബാദത്തും എനിക്ക് ഖബറിൽ ഉപകാരപ്പെടണം എന്ന ബോധത്തോടെ അതാണ് കൃത്യമായി ഭംഗിയായി സംതൃപ്തിയോടുകൂടി നിർവഹിക്കുന്നുണ്ട്. രണ്ടാമത്തത്, അള്ളാഹു വിരോധിച്ച ഒരു വാക്കോ പ്രവർത്തനോ അറിഞ്ഞോണ്ട് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹോദരന്മാരെ ഞാനത് വിശദീകരിക്കണില്ല. 3, അള്ളാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമായ സുന്നത്തായ ഇബാദത്തുകൾ ഒരു ദിവസം തഹജ്ജുദിൽ ആരംഭിക്കണം. റഹിമല്ലാഹു റജുലൻ, ഒരു ഭർത്താവിനെ, ഒരു മകനെ, ഒരു ബാപ്പയെ, ഒരു പുയ്യാപ്പളിനെ ഭർത്താവിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് 1400 കൊല്ലം മുമ്പ് അള്ളാഹു റസൂൽ പ്രാർത്ഥിച്ചു വെച്ചിരുന്നു. ഈ ഭർത്താക്കന്മാരും മക്കളും ബാപ്പയും ഒക്കെ അയക്കാട് ചേർന്നാ മതി. എന്താ ഇയാൾ ചെയ്യണത്? അയാൾ തഹജ്ജുദ് നീക്കണ്, അയാൾ നമസ്കരിക്കണ്, ഭാര്യ കിടന്നുറങ്ങണ്. പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ വീട്ടിൽ നമ്മളൊന്നും കാണുന്നതാ. എന്റെ വീട്ടിലൊക്കെ എന്റെ പെണ്ണുങ്ങൾ അല്ലാഹുമ്മ ബിസ്മിക അമൂത്ത് പറഞ്ഞ അമൂത്ത് തന്നെ. തുലാം മാസത്തിൽ ഇടിയൊന്നും അറിയില്ല. എന്താ ഓർക്കും? നിങ്ങൾ ആലോചിക്കും. നമ്മക്ക് ഇടി പൊട്ടിയാൽ ഓർക്കില്ല. എനിക്ക് ആ ഇടി മുഴുവൻ സമാധാനം ആയാലേ ഓർക്കരുള്ളൂ. ഇവളൊക്കെ എന്നിട്ട് രാവിലെ നോടിയാ മഴ രീതിയിലേ ആ ഇറ്റങ്ങളെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? വിളിച്ച് നമ്മള് തോൽക്ക. അലാറൊക്കെ വെക്കലുണ്ടാക്കി ആ ചുകൾ ഉറങ്ങൂല. അലാറടിച്ച് ചാത്തമംഗലം പഞ്ചായത്തിലെ മുഴുവൻ ആളുണീച്ചാൽ ഇവൾ നീച്ചിണ്ടാവില്ല. ചിലപ്പോ കാണാൻ നീച്ചാട് പോണ്. അൽഹംദുലില്ലാഹ് ഒരു ദിവസമെങ്കിലും നീച്ചല്ലോ. പിന്നെ ഒരാട്ട് നടക്കൂല. പിന്നെ ചെന്ന് നോക്കുമ്പോ അപ്പുറത്ത് പോയി കിടക്കണം. ഇതടിച്ച ഇവിടുന്ന് നീച്ചാട പോയി കിടക്കാനാണ്. ആ പെണ്ണിനെ വിളിച്ച് നീപ്പിച്ച് ഓള് നീക്കണില്ല. വെള്ളം കുടഞ്ഞ് ഇതിന് ദേഷ്യം തീർക്കാനല്ല, ഈ തഹജ്ജുദിന്റെ കൂലിയോക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓളെ നീപ്പിച്ച് തഹജ്ജുദ് നമസ്കരിച്ച ഭർത്താവിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവ നിസ്കരിച്ചൊക്കെ എന്തൊക്കെ കിട്ടും? അവിടെ നിർത്തിയില്ല. ഒരു പെണ്ണിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കാമത്ത് ഓള് നീച്ചി, സ്വല്ലത്ത് ഓള് നമസ്കരിച്ച്, മറ്റേ ചങ്ങായി അട്ടത്തിന് എഴുതി വീണ മാതിരി കിടക്കണേ. ചില മനുഷ്യ പുയാപ്പിളാര് ബെഡ് നിറച്ചു ഓന്തല്ലേ. ഓന്റെ കയ്യും കാലും നിൽക്കണ കട്ടവാര കൊണ്ടായി. അതിനെ വിളിച്ചാൽ എനിക്ക് ഉറപ്പാണ് ഓന്റെ മുഖത്ത് ലേശം വെള്ളം കുടഞ്ഞു. അത് നേരത്തെ കുടഞ്ഞായിരിക്കൂല. ലേശം വിട്ടുന്ന് പറഞ്ഞോളൂ. നിങ്ങളെ തഹജ്ജുദ് ചിലപ്പോ ആംബുലൻസ് വയ്ക്കും. അങ്ങനെ ഓണം നീപ്പിച്ചെന്തിന്? ഇന്നലെ എന്റെ മുഖത്ത് കുടഞ്ഞതിന് പകരം വീട്ടിയതല്ല, ഓൻക്കും ഈ കൂലി കിട്ടട്ടെ. ഒരു മുസ്ലിം വീട് ആരംഭിക്കണത് അങ്ങനെയാ. അങ്ങനെ ഭർത്താവും ഭാര്യയും എണീച്ച് തഹജ്ജുദ് നമസ്കരിക്കുന്ന വീടിന് അല്ലാഹു ആ 2 മനുഷ്യന്മാരെ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ ഇവിടെ തുടങ്ങണം നമ്മുടെ ജീവിതം. ദുഹാ നമസ്കരിക്കണം. രാവിലെയും വൈകിട്ടും ചൊല്ലണം. ദിക്റ് പള്ളിയിൽ കുത്തിരുന്ന് ചൊല്ലണം. അതിന് ഒരു ആക്ടിവിറ്റിയും നമുക്ക് തടസ്സമാവരുത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പുതിയ വ്യായാമ മുറ വന്നിരിക്കുന്നു. ഞാനതിന് പോലുണ്ടോ? ഞാനതിന് പോകാറുണ്ട്. പക്ഷെ സുബി നമസ്കരിച്ച് ദിക്റ് എല്ലാവരും
സുബീന്റെ ശേഷം ഒരു 5 മിനിറ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ഇത് കേൾക്കാനും, സുബീന്റെ ശേഷം സൂര്യ ഉദിക്കുന്ന മുമ്പ് ചൊല്ലേണ്ട ദിക്രി എല്ലാം ഒരു ആക്ടിവിറ്റീസും നമുക്ക് തടസ്സമായി കൂടാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് മാറ്റി ചെയ്തു പോകരുത്. അങ്ങനെ ജ്വരം ചില സ്ഥലത്ത് വന്നിട്ടുണ്ടോ നമുക്കൊരു സംശയമുണ്ട്. അപ്പൊ എന്താ പറഞ്ഞാല് സുന്നത്തായ കാര്യങ്ങൾ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കണം. അപ്പൊ നിർബന്ധ ബാധ്യത ചെയ്യണം, നിഷിദ്ധങ്ങൾ ഒഴിവാക്കണം. അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. അതാണ് പടച്ചവരോട് അടിമ എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ട ബാധ്യത. അപ്പൊ ഞാൻ ആരാണ്, എന്റെ ബാധ്യത എന്താന്ന് വെച്ചാൽ എന്റെ ലക്ഷ്യം എന്താ, അവിടെ പറഞ്ഞ എന്റെ സംസാരം അവസാനിപ്പിക്കും. എന്തിന് ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും സഹോദരന്മാരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യണ എന്തിനാണ്, എനിക്ക് എന്താ കിട്ടുക നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത സമൂഹം പലപ്പോഴും പ്രവാചകനോട് പലരും ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം ആയാൽ എന്ത് കിട്ടും? അതിനൊക്കെ പ്രവാചകൻ ഇസ്ലാമിന്റെ ആദ്യകാലത്താണെങ്കിലും ഇസ്ലാമിന് ഭരണം കിട്ടിയ കാലഘട്ടത്തിലാണെങ്കിലും ഒറ്റ മറുപടിയെ പറഞ്ഞുള്ളൂ, സ്വർഗം കിട്ടും. വേറൊരു മറുപടിയില്ല, സ്വർഗം കിട്ടുക. അതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. പരലോകമുണ്ട്, വിചാരണയുണ്ട്, അതാണ് ഏറ്റവും ഭാരമേറിയ സംഗതി. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, വളരെ ഭാരമേറിയ ഒരു വചനമാണ് പ്രവാചകരെ താങ്കൾക്ക് ഞാൻ ഇറക്കി തരാൻ പോകുന്നത്. എന്താണ് ഖുർആനിലെ ഏറ്റവും ഭാരമേറിയ സംഗതി? ഒന്ന് തൗഹീദാണെങ്കിൽ, 2 പരലോകമാണ്. അള്ളാന്റെ മുമ്പിൽ നിന്നിട്ട് ജീവിതത്തിന്റെ കണക്ക് പറയേണ്ടി വരും. ഒരു കാര്യം അള്ളാഹു ചോദിക്കാണ്ട് വിടൂല. അതാണ് ഏറ്റവും ഭാരമേറിയ സംഗതി. വലൗ കുന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത്തു കുല്ലി ഹയ്യിൻ, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു പോകുമായിരുന്നെങ്കിൽ മരണം നമ്മൾക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു സംഗതിയാകുമായിരുന്നു. പക്ഷേ വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ, എന്നാൽ സംഭവിക്കാൻ പോണത് എന്താ? മരണശേഷം അല്ലാഹു എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒരു കാര്യം വിടൂല, അല്ലാഹു ശക്തമായി വിചാരണ ചെയ്യും. അമാനി മൗലവി അൽഹാഖുമുത് തകാസുർ എന്ന സൂറത്തിന്റെ അവസാനത്തിൽ ഈ പദ്യം കൊടുത്തത് കാണാൻ സാധിക്കും. ആ പരലോകബോധമാണ് സ്വഹാബികളെ ഐസ് പോലെ ഒരുക്കി കളഞ്ഞത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന പരിക്കനായ മനുഷ്യനെ കണ്ണുനീരണിയിച്ചത് ഈ പരലോകബോധമായിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരിക്കലൊരു മനുഷ്യൻ വന്നു. അയാൾക്ക് ധരിക്കാൻ മാത്രം വസ്ത്രമുണ്ടായിരുന്നില്ല. ഔറത്ത് മറക്കാൻ പര്യാപ്തമായ ഡ്രസ് പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഉമർ റളിയല്ലാഹുവിനോട് അദ്ദേഹം സംസാരിച്ചത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ വീടിന്റെ ചുമര് മറിഞ്ഞുകൊണ്ടാണ്. കാരണം നാണം മറക്കാൻ മാത്രം വെൽപ്പുള്ള തുണിയില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ചോദിച്ചു, എന്താ വന്നത്? അദ്ദേഹം പറഞ്ഞു, യാ ഉമറൽ ഖൈരി ജുസിതൽ ജന്ന ഉക്സൂബു നയ്യാതി വ ഉമ്മഹുന്ന അഖ്സംതു ബില്ലാഹി ലതഫഅലന്ന. യാ ഉമർ, അല്ലയോ ഉമർ, അൽ ഖൈർ, നല്ലവനായ ഉമർ, അൽ ജുസിതൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ, ഉക്സൂബു നയ്യാതി വ ഉമ്മഹുന്ന, എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും ധരിക്കാൻ വസ്ത്രമെല്ലാം വരെ അത് തരാൻ, അത് വാങ്ങാനും അതിനോട് പറയാനുമാണ് ഞാൻ വന്നത്. നീ എനിക്കറിയാം, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നീ എനിക്കതില്ല എന്നറിഞ്ഞാൽ നീ തരും, നീ നീതിമാനാണ്. നീ എനിക്കില്ലാത്ത വിവരം ഞാൻ അറിയാത്തോണ്ടാ. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് എന്റെ ഭാര്യക്കും ഉമ്മക്കും എനിക്കും ഒക്കെ തുണി കുപ്പായം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഉമർ റളിയല്ലാഹുവിനെ പുകഴ്ത്തി പറഞ്ഞത് ഉമർ റളിയല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അൽ ഖൈർ അൽ ജുസീതൽ ജന്ന, ഇതൊന്നും ഉമർ റളിയല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇദാലം അഫ്അൽ ഫമാ അലയ്യ, ഞാൻ തന്നില്ല എന്താക്കുന്നു? ഞാൻ എനിക്ക് കുപ്പായം തുണി തന്നില്ല എന്താക്കും? അപ്പൊ അയാൾക്ക് ഓർമ്മ വന്നത് പഴയ ഉമറിനെയാണ്. ഉമർ റളിയല്ലാഹു നമുക്കറിയാലോ, ഏറ്റവും ക്രൂരനായ മനുഷ്യനായിരുന്നു. അത് മനസ്സിലായ ഈ വന്ന ആള് പറഞ്ഞു, ഈ തന്നില്ല ഞാൻ വീട്ടിൽ കണ്ടുപോകും, എന്നോട് പിടിച്ചു വാങ്ങാനുള്ള ആരോഗ്യമൊന്നും ഈ സാധുവായി എനിക്കില്ല. അപ്പൊ ഉറതാൻ വെച്ചു, ഈ പോയായിക്കെന്താ? ഈ പോയായിക്കെന്താ? അപ്പൊ റളിയല്ലാഹുവിനോട് 2 വർത്താനം പറഞ്ഞു പിരിയ എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞു, യകൂനു അൻഹാലീല തുസ്അലുന്ന യൗമാ യകൂനുൽ അർതിയാതുഹുന്ന ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്ന ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ. ഒരു വിഭാഗം നരകത്തിലേക്കും മറുവിഭാഗം സ്വർഗ്ഗത്തിലേക്കുമായി ജനങ്ങൾ വിഭജിക്കപ്പെടുന്ന പരലോകത്തു അള്ളാന്റെ കോടതിയിൽ
എനിക്ക് നിഷേധിക്കപ്പെട്ട ഡ്രസ്സിന്റെ പേരിൽ ഞാൻ താങ്കൾക്ക് അതിൽ കേസ് കൊടുക്കും ഉമർ. ഇന്ന് താങ്കൾ എനിക്ക് നിഷേധിച്ചത് എന്റെ ഡ്രസ്സും കുപ്പായവും തുണിയാണെങ്കിൽ അതിന് പകരം നിന്റെ വിലപ്പെട്ട അമലുകൾ അള്ളാന്റെ കോടതിയിൽ പിടിച്ചു വാങ്ങും എന്നാണ്ട് പറഞ്ഞപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദീർഘമായി കരഞ്ഞുപോയി. തനിക്കുള്ള ഒരേ ഒരു വസ്ത്രം അടിച്ച് പാക്ക് ചെയ്തിട്ട് ആ മനുഷ്യൻക്കാണ് കൊടുത്തിട്ട് പറഞ്ഞ വാക്കെന്താ അറിയോ? നിന്റെ പാട്ട് കേട്ടിട്ടല്ലടോ പരലോകത്തെങ്ങാനും ഉമറിനെതിരിൽ അള്ളാന്റെ കോടതിയിൽ കേസ് കൊടുത്ത് ഉമറിനെതിരിൽ അള്ളാഹ് വിധി പ്രസ്താവിച്ചാൽ ഉമറിനെ രക്ഷിക്കാൻ ഒരാൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാനിതാ എനിക്കായുള്ള ഡ്രസ്സ് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ബാങ്ക് വിളിച്ചാൽ ഇമാമത്ത് നിൽക്കുമ്പോ ഞാൻ ഏത് കുപ്പായം ഇട്ട് പള്ളിയിൽ പോകുമെന്ന് പോലും ചിന്തിക്കാത്ത ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഒരേ ഒരു വസ്ത്രം അഴിച്ചു കൊടുക്കാൻ കാരണം പരലോകം. ഈ വിചാരണ സഹോദരന്മാരെ പച്ച പിടിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ ബാങ്ക് വിളിക്കുമ്പോഴും ഓരോ അമലിന്റെ സമയങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും ഇതിനൊക്കെ അള്ളാഹുവോട് മറുപടി പറയേണ്ടി വരും എന്ന ബോധം വേണം. സ്വഹാബികളെ ചലിപ്പിച്ച വിശ്വാസം നമ്മയും ചലിപ്പിക്കേണ്ടതുണ്ട്. സ്വഹാബികളെ കരയിപ്പിച്ച വിശ്വാസം നമ്മയും കരയിപ്പിക്കേണ്ടതുണ്ട്. സ്വഹാബികളെ പിടിച്ചു നിർത്തിയ വിശ്വാസം നമ്മെ പല കാര്യത്തിലും നിയന്ത്രിക്കേണ്ടതുണ്ട്. സ്വഹാബികളെ ദാനം ചെയ്യാൻ പ്രേരിപ്പിച്ച, ജിഹാദ് ചെയ്യാൻ പ്രേരിപ്പിച്ച, ദീനീ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ച പരലോക വിശ്വാസം നമ്മയും അതൊക്കെ ചെയ്യേണ്ടതുണ്ട്. അറിവുണ്ടായിട്ട് കാര്യമല്ല, അത് ജീവിതത്തിൽ പകർത്തണം. ഞാൻ അവസാനിപ്പിക്കുന്നു. മദീന മാർക്കറ്റ് അള്ളാഹു ശുദ്ധീകരിച്ചത് 5 ആയത്തിലൂടെയാണ്. വൈലുൽ ലിൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. ഒരു മാർക്കറ്റ് ശുദ്ധീകരിക്കണ പണി എത്രയുണ്ട് സഹോദരന്മാരെ? ഗവൺമെന്റ് പരാജയപ്പെടുന്ന എവിടെയാ? മാർക്കറ്റ് ശുദ്ധീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഖുർആന്റെ 5 ആയത്തുകൾ മദീന മാർക്കറ്റ് ശുദ്ധീകരിച്ചില്ലേ? ആ 5 ആയത്തിലെയും ഇതിവൃത്തം നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യമാണ്. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. മരിച്ച് ഈ പള്ളിന്റെ പരിസരത്ത് 6 അടി മണ്ണിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് നമ്മുടെ ബന്ധുക്കളും കുടുംബക്കാരും നാട്ടുകാരും പറഞ്ഞ് അവസാനമായി യാത്രയാക്കി തിരിച്ചു പോന്നാൽ അവിടെ എന്റെ പോക്കറ്റിൽ സ്വർഗത്തിലെ ഒരു ടിക്കറ്റ് വേണം. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അതോടുകൂടെ നമ്മുടെ ജീവിതം സാർത്ഥകമായി അത് നേടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഞാനൊരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മക്കയുടെ മസ്ജിദുൽ ഹറമിൽ നിന്ന് 5-6 കിലോമീറ്റർ അകലെ തൻഈം എന്നൊരു കുന്നുണ്ട്. ആ തൻഈം എന്ന കുന്നിന്റെ മുകളിൽ നിന്ന് രാവിലെ ഒരു ആൾക്കൂട്ടം, എന്തോ അത്ഭുതം നടക്കുന്നു, എന്തോ ഒരു സംഗതി നടക്കുന്നുണ്ട് മദീന പള്ളി തൊട്ടപ്പുറത്ത്. അറിഞ്ഞോൽ ഓടുകയാണ്. സുബീസ് കേച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര ആൾക്കൂട്ടമായി. എന്താ വിഷയം? 33-35 വയസ്സുള്ള യുവാവിനെ പരസ്യമായി കുരിശിൽ തറച്ചു കൊല്ലുകയാണ്. അത് കാണാൻ അവർ വന്നത്. അറബികളെ സംബന്ധിച്ചിടത്തോളം രക്തവും യുദ്ധവും കൊലപാതകവും മയ്യത്തും അവർക്കൊരു പ്രശ്നമുള്ള സംഗതി അല്ല. അതുകൊണ്ട് അത് കാണാൻ ആൾക്കൂട്ടം. ഈ യുവാവ് ചെയ്ത തെറ്റെന്താ? അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതാണ്, യുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ്. ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് കൊല്ലപ്പെട്ടവന്റെ മക്കള് ജീവനോടെ പിടിച്ചുകൊണ്ടുവന്ന് അതിന് പകരം വീട്ടുകയാണ്. ഞാനൊരു ചരിത്രം വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊന്നതാ. കുരിശിൽ തറക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, കൈ ഇങ്ങനെ വെച്ച് ആണിയടിക്കലാണ്. ആണിയടിച്ച് ഓരോ ആണിയുടെ ദ്വാരത്തിലൂടെയും രക്തം ഇങ്ങനെ പമ്പ് ചെയ്യാണ്. യുവാവല്ലേ, കുറെ രക്താട് പോയി തളർന്ന് മരണവേദന തള്ളവിരലിലൂടെ, മടമ്പിലൂടെ, തണ്ടങ്കാലിലൂടെ, തുടയിലൂടെ, അരയിലൂടെ മരണത്തിന്റെ കാലൊച്ച പതുക്കെ വരാൻ തുടങ്ങി. താൻ മരിക്കുകയാണ് എന്നുറപ്പായപ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു തന്നെ യുദ്ധക്കളത്തിൽ വെച്ച് പിടിച്ചവരോട്, തന്നെ അങ്ങാടിയിൽ കൊണ്ടുപോയി ലേലം ചെയ്ത് വിറ്റവരോട്, തന്നെ പണം കൊടുത്ത് വാങ്ങിയവരോട്, തന്നെ പരസ്യമായി കുരിശിൽ തറച്ചവരോട്, അത് കാണാൻ വന്ന ആളുകളോട് 4 വരി പാട്ട് പാടിക്കൊടുത്തു. പാട്ട് പാടിയപ്പോഴാണ് നല്ല സന്തോഷം ഉണ്ടാവുക. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സമയത്താണ് പാട്ട് പാടുക. ഒരു മൂളിപ്പാട്ട് ഇങ്ങനെ വരും, സ്വാഭാവികമാണ് മനുഷ്യനുള്ള. ഇദ്ദേഹം ഏറ്റവും സന്തോഷിച്ചത് ആ കുരിശിൽ കടന്ന് മരിക്കുമ്പോഴാണ്. എന്താ കാരണം? അത് അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാൽ മനസ്സിലാവുമ്പോൾ
അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഈ വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ. രക്തസാക്ഷിയായി ഞാൻ ഈ ലോകത്തോട് വിട പറയുമ്പോ 6 പ്രതിഫലമാണ് എന്നെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 6 പ്രതിഫലം നേടാൻ എന്നെ സഹായിച്ച നിങ്ങളോട് നന്ദിയായിക്കൊള്ളൂ, അല്ലാതെ നിങ്ങളോടൊന്നും ഒരു വെറുപ്പും എനിക്കില്ല. എന്നെ പിടിച്ചവരോടോ കുരിശിൽ തറച്ചവരോടോ അത് കാണാൻ വന്നവരോടോ എനിക്ക് ഒരു വെറുപ്പില്ല. കാരണം എന്താ അറിയോ? ഉഖ്തലു മുസ്ലിമാ, ഞാൻ രക്തസാക്ഷിയായി മരിക്കാൻ പോകുന്നു. രക്തസാക്ഷിയായാൽ ഖബർ ജീവിതമില്ല, വിചാരണയില്ല, മരിച്ചവന്റെ സ്വർഗത്തേക്ക് പോവാ. എന്റെ ജീവിതം തന്നെ സ്വർഗം കിട്ടാനാ. അത് നേരാണ്ട് പോകാൻ പറ്റിയൊരു അവസരം നിങ്ങൾ തന്നത്. അതുകൊണ്ട് നിങ്ങളോട് വെറുപ്പില്ല എന്ന് മാത്രമല്ല, സന്തോഷമേ ഉള്ളൂ. നോക്കൂ, നിങ്ങൾ മരണത്തെ ഇത്ര പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാൻ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായിരുന്ന സ്വർഗത്തിന്റെ വലുപ്പത്രയാ. ആ സ്വർഗം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ മനസ്സിൽ സ്വർഗമുണ്ട്, നരകമുണ്ട്. പക്ഷേ ആ സ്വർഗത്തിന് നമ്മെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാനുള്ള പവറില്ല. ആ നരകത്തിന് നമ്മെ തിന്മയെന്ന് തടുക്കാനുള്ള പവറില്ല. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഒരു തുള്ളി വെള്ളം പോലെ. ഒരു തുള്ളി വെള്ളമുണ്ടോ? ആ വെള്ളമുണ്ട്. കുടിക്കാൻ മാത്രം ഉണ്ടോ? ഇല്ല. കുളിക്കാൻ മാത്രം ഉണ്ടോ? ഇല്ല. കയ്യകാൻ മാത്രം ഉണ്ടോ? ഇല്ല. വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? വെള്ളമുണ്ട്, വെള്ളം ഒരു തുള്ളി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഈമാൻ ഒരു തുള്ളി ഈമാൻ ഉണ്ടായിട്ട് കാര്യം. ആ വെള്ളത്തിന് ഒരു ഉപകാരവും ഉണ്ടാവില്ല. അതുപോലെ നരകണ്ട് എന്ന് അറിയാം, സ്വർഗണ്ട് എന്ന് അറിയാം. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, നരകത്തിന് പേടിയുണ്ട്. പക്ഷെ ഈ പേടി തെറ്റിന് തടുക്കണ്ടേ? അതിനുള്ള പവറില്ല. ഈ സ്വർഗം നന്മയിലേക്ക് ചേർക്കണ്ടേ? അതിനുള്ള പവറുമില്ല. അതുണ്ടാവണം. അതാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു തൻഈം എന്ന കുന്നിൽ നിന്ന് അടിച്ചു വീശുന്ന കാറ്റിൽ 114 മുമ്പ് ഹുബൈബ് റളിയല്ലാഹു അൻഹു ഈ പാടിയ ഈരടികൾ നമ്മുടെ മനസ്സിലേക്ക് ചെന്ന് തറക്കും. സ്വർഗമാണ് ലക്ഷ്യം, ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ഒരു ടിക്കറ്റ് നമ്മളെ പോക്കറ്റിലിട്ട് മരിച്ചു പോവാൻ സാധിക്കണം. അതിന് ആയുസ്സും ആരോഗ്യവും സമയവും സമ്പത്തും അറിവും സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്തി എവിടെ വെച്ച് ഏത് രൂപത്തിൽ മരണം നമ്മെ പിടികൂടിയാലും അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കള് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റദിയത്തിൻ മർദിയ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ശുദ്ധാത്മാക്കളായി നമ്മുടെ ആത്മാക്കളെ മാറ്റാൻ വിശ്വാസവും കർമ്മവും സ്വഭാവവും നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇത്രയും സമയം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നാം ഓരോരുത്തരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മയും ഈ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ സത്യവിശ്വാസികളെയും അല്ലാഹു നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.